TCS അഥവാ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഒരു കാലത്ത് ഇന്ത്യയിലെ ഗവൺമെന്റ് ജോലിക്ക് പോലും സമാനമായിട്ടുള്ള ഒരു ജോലിയാണ് TCSലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ജോലി എന്ന് കരുതാറുണ്ടായിരുന്നു. അതിലേക്കാണ് ഒരു ഇടിത്തി പോലെ കഴിഞ്ഞ ദിവസം TCSന്റെ വലിയൊരു പ്രഖ്യാപനം ഉണ്ടായത്. 12,000-ഓളം ഉദ്യോഗാർത്ഥികളെ ഒറ്റയടിക്ക് പിരിച്ചുവിടുന്നതായിട്ടുള്ള ഒരു വാർത്ത. ഇത് ടെക് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു. ഇത് ഏതെല്ലാം രീതിയിലാണ് എഞ്ചിനീയേഴ്സിനെ ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നിലവിലിപ്പോൾ TCSൽ മാത്രമാണ് ഇതേപോലൊരു വലിയൊരു ലേ ഓഫ് സംഭവിച്ചിട്ടുള്ളത്. ഇതേ കൂട്ട പിരിച്ചുവിടലുകൾ മറ്റ് കമ്പനികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ഭയം. അതായത് ആക്സെഞ്ചർ, അതേപോലെ തന്നെ വിപ്രോ പോലുള്ള കമ്പനികളിലും ഇതേപോലുള്ള വലിയ പിരിച്ചുവിടലുകൾക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സംസാരം. അതേപോലെ തന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, പുതുതായിട്ട് പഠിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്ന എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് പ്ലേസ്മെന്റ്. അപ്പൊ കഴിഞ്ഞ 1-2 വർഷങ്ങളിലായിട്ട് പ്ലേസ്മെന്റിൽ വലിയ രീതിയിലുള്ള ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു പക്ഷേ അക്ഷരാർത്ഥത്തിൽ പുതുതായിട്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിറങ്ങുന്ന ഉദ്യോഗാർത്ഥികളെ വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു വിഷയം തീർച്ചയായിട്ടും എല്ലാ എഞ്ചിനീയേഴ്സും അറിഞ്ഞിരിക്കേണ്ടതായതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള മുഴുവൻ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളും അതേപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഭാവിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലുള്ള ലേ ഓഫിൽ പെടാതിരിക്കാൻ എന്നുള്ളതും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വെൽക്കം ടു എൻട്രി. മൈ നെയിം ഇസ് മുഹമ്മദ് ഷാദ്. അപ്പോൾ ഇത് കേവലം 12,000 TCS ഉദ്യോഗാർത്ഥികളെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത മാത്രമല്ല. എന്തുകൊണ്ടായിരിക്കും TCS ഇങ്ങനെ 12,000 ആളുകളെ ഒരുമിച്ച് പിരിച്ചുവിട്ടത്? കമ്പനി നഷ്ടത്തിലേക്ക് പോയത് കൊണ്ടാണോ? അല്ലെങ്കിൽ കമ്പനിയിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ കമ്പനി ഒരു കൊളാപ്സിലേക്ക് പോകുന്നത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, TCS എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനിയാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന കമ്പനി കൂടിയാണ് TCS എന്ന് പറയുന്നത്. അവരുടെ വെറും 2% മാത്രമാണ് ഈ 12,000 ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പനി ഒരിക്കലും നഷ്ടത്തിലോ അല്ലെങ്കിൽ ഈ കമ്പനി ഒരു കൊളാപ്സോ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ല ഇത്രയും ആളുകളെ പിരിച്ചുവിട്ടുള്ളത്. മറിച്ച് കമ്പനിയുടെ ഓട്ടോമേഷന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കമ്പനിയുടെ റീ അലോക്കേഷൻ, അവർ സ്റ്റാഫിന് റീ അലോക്കേറ്റ് ചെയ്യാണ്. അതായത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവോടുകൂടി ഒരു പക്ഷേ 4-5 ആളുകൾ ചെയ്യുന്ന ജോലികൾക്ക് പോലും ഒരാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതായത് പുതിയ കാലഘട്ടത്തിൽ ഓട്ടോമേഷന്റെ ഭാഗമായിട്ടൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവോടുകൂടി ഒരുപാട് ആളുകൾ ചെയ്യേണ്ട ജോലികൾക്ക് ഇന്ന് ഒരാൾ മതി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കമ്പനിയിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതേപോലുള്ള ഒരു വലിയ ലേ ഓഫിനുള്ളത് എന്നാണ് പൊതുവെയുള്ള സംസാരം. രണ്ടാമതൊരു കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ കമ്പനികളും ഇന്ന് AI പിന്നാലെയാണ്. AI റിസർച്ച് അല്ലെങ്കിൽ AI റിലേറ്റഡ് ആയിട്ടുള്ള ഡൊമൈൻസിലേക്ക് കമ്പനികൾ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ലോകത്തിലെ തന്നെ ആപ്പിൾ ആയിക്കോട്ടെ, അതേപോലെ തന്നെ സാംസങ് ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, അവരെല്ലാം AI പിന്നാലെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും TCS പോലെ ഒരു വലിയ കമ്പനി AI ഭാഗത്തേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ആ ഒരു മേഖലയിലേക്കാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് ഈ മേഖലയിൽ നിന്ന് കുറച്ച് ആളുകളെ പിരിച്ചുവിട്ടതായിട്ട് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. അപ്പോൾ നമ്മൾ ഈ വിഷയത്തെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, തൊഴിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിലുള്ള എഞ്ചിനീയേഴ്സോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഭയത്തോടു കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടാൻ തന്നെയാണ് സാധ്യത. നമ്മൾ ഒരിക്കലും ഒരു ഭയത്തോടു കൂടിയൊന്നും ആയിരിക്കരുത് നമ്മുടെ ജോലിയിൽ പ്രവേശിക്കേണ്ടത്. നമ്മുടെ ജോലി ചെയ്യുന്ന സമയത്ത് ആ ഒരു ടെൻഷൻ നമ്മുടെ ഉള്ളിൽ വരാതിരിക്കണമെങ്കിൽ എന്താ ഇതിനൊരു പരിഹാരം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയിൽ നമ്മൾ സ്കിൽഡ് ആയിട്ട് വരിക എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ തൊഴിൽ നഷ്ടമാവില്ല എന്നുള്ളത് മാത്രമാണ്. അതായത് നിങ്ങൾ കൺവെൻഷനലായിട്ട്, ട്രഡീഷണലായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയെ നിങ്ങൾ നെഗ്ലക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജോലി ത്രെട്ടിൽ തന്നെയാണ്, എന്ന ഡേഞ്ചർ സോണിൽ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, മറ്റ് എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഉദാഹരണത്തിന് ഒരു കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥിയാണെങ്കിൽ AI, മെഷീൻ ലേണിംഗ് പോലുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള അവബോധം സൃഷ്ടിച്ചെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്കിൽസ് നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങളൊരു സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ കേവലം സിവിൽ എഞ്ചിനീയറിംഗ് കരിക്കുലം ബേസ്ഡ് മാത്രം പഠിച്ചാൽ പോരാ. അവിടെ നിങ്ങൾ സ്ട്രക്ചറൽ ഡിസൈന്, അതേപോലെ തന്നെ ക്വാണ്ടിറ്റി സർവേയിങ്, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് ഒക്കെ പോലുള്ള സ്കില്ലിംഗ് മേഖലയിൽ നിങ്ങൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങളൊരു ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളുകൾക്കാണെങ്കിൽ എംബഡഡ് സിസ്റ്റം ഒക്കെ ഈ ലോകത്ത് വലിയ രീതിയിലുള്ള ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അത്തരത്തിലുള്ള പല മേഖലകളിലും നിങ്ങൾ സ്കില്ല് തെളിയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ജോലി ഒരു തരത്തിലും മുന്നോട്ട് ഒരു പ്രശ്നം വരില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സോ ഈ ഒരു മേഖലയിൽ സ്കിൽസ് ഉണ്ടാക്കിയെടുക്കാൻ, പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ടെക്നോളജികൾ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുള്ളതാണ്
ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പുതുതായിട്ട് പഠിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഒക്കെ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് മറ്റ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ചിന്തിക്കുന്നത് ഒരു ടെൻഷനാണ് അവർക്ക്. കഷ്ടപ്പെട്ടാണ് അവർ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ലോകത്തിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കോഴ്സ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയിട്ട് ഒരു ജോലിയും ഇല്ലാണ്ട് ഇരിക്കേണ്ടി വരുമോ എന്നുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് പലപ്പോഴും ഇത്തരം ചിന്തകളൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, പുതുതായിട്ടുള്ള എഞ്ചിനീയേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കേവലം കരിക്കുലം ബേസ്ഡ് ആയിട്ട് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിലൊക്കെ കിട്ടിയതുപോലുള്ള ഒരു വലിയ പ്ലേസ്മെന്റ് ഡ്രൈവിലൂടെ നിങ്ങൾക്കൊരു ജോലി ലഭിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ നിങ്ങൾ സ്കിൽഡ് ആയിട്ടാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങളുടെ സ്കിൽസ് നേടിയെടുക്കാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലുണ്ട്. ഇപ്പോൾ നമ്മൾ എൻട്രി ഒരു പ്ലാറ്റ്ഫോമാണ്. ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. എൻട്രി പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരുപാട് അപ്സ്കില്ലിംഗ് കോഴ്സസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ സ്കിൽസ് ഷോക്കേസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൽ വലിയൊരു ഘടകമാണ് ഈ ജോലി നഷ്ടപ്പെടുന്ന സമയത്ത് പുതിയൊരു ജോലിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജോലിയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസിനെ കുറിച്ച് മറ്റുള്ളവർ അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അവിടെയാണ് ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമുകളുടെ പ്രസക്തി വരുന്നത്. നിങ്ങളിൽ എത്ര പേർക്ക് ലിങ്ക്ഡിനിൽ അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ട് എത്ര ആക്റ്റീവായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്. കാര്യം ലിങ്ക്ഡിൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ അക്കൗണ്ടാണ്. നിങ്ങളുടെ വർക്ക് ഷോക്കേസ് ചെയ്യാനും നിങ്ങളുടെ സ്കിൽസ് ഷോക്കേസ് ചെയ്യാനൊക്കെ പറ്റും. കേവലം അവിടെ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമല്ല നിങ്ങൾ അവിടെ ഷോക്കേസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ സ്കിൽസ് ആണ് നിങ്ങൾ അവിടെ ഷോക്കേസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് ആണ് അവിടെ ഷോക്കേസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്, അതായത് നിങ്ങളെ മറ്റൊരാൾ എന്ത് ചെയ്യാൻ പോവാണ്, റെക്കമെൻഡ് ചെയ്യാൻ പോവാണ് മറ്റൊരു ജോലിയിലേക്ക് അല്ലേ. സോ അത്തരത്തിലുള്ള ഓപ്ഷൻസുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്യണം. ഒരു ജോലി നഷ്ടപ്പെടുക എന്നുള്ളത് എല്ലാത്തിൻ്റെയും അവസാനമൊന്നുമല്ല. ഈ വീഡിയോ കാണുന്ന, അതായത് TCSൽ ജോലി നഷ്ടമായിട്ടുള്ള ഏതെങ്കിലും ഒരാൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത്, TCSലെ ജോലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ഒരു ജോലി എന്ന് പറയുന്നത് ലോകത്തിലെ അവസാനത്തെ ജോലിയൊന്നുമല്ല. ഇതിനേക്കാൾ 10 മടങ്ങ് മികച്ച ജോലികൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാ കാലഘട്ടത്തിലും ഇതേപോലുള്ള തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ ജോലി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. ഞാൻ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 1900, അതായത് യന്ത്രവൽക്കരണമൊക്കെ നടക്കുന്ന ഒരു സമയം എന്ന് പറയുമ്പോൾ ഒരുപാട് തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് തൊഴിലാളി സമരങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ആ തൊഴിൽ നഷ്ടപ്പെട്ടത്? യന്ത്രവൽക്കരണം തന്നെയായിരുന്നു അല്ലേ. അതായത് എല്ലാ കമ്പനികളും അവരെന്ത് ചെയ്തു, അവർ മെഷീനറീസ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയ സമയത്ത് ഒരുപാട് തൊഴിലാളികളുടെ ആവശ്യം ഉണ്ടായില്ല. പക്ഷെ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം കമ്പനികൾക്ക് മെഷീൻസിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ വളരെ സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലാളികൾ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തൊഴിൽ നഷ്ടപ്പെട്ട ആളുകൾ സമരത്തിനൊക്കെ പോവാതെ അവരൊരു പക്ഷേ അവരുടെ മേഖലയിൽ സ്കിൽസ് അക്വയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് നേരെ കമ്പനിയിൽ ജോലി ലഭിക്കുമായിരുന്നു. അങ്ങനെ കമ്പനിയിൽ വന്ന സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലാളികൾക്ക് നേരത്തെ ലഭിച്ച സാലറിയുടെ 10 മടങ്ങ് സാലറിയാണ് അവിടെ ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്ക് അവബോധം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള സ്കിൽസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾ ആ മേഖലയിൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തൊഴിലവസരം ഒരു പക്ഷേ നിങ്ങൾക്ക് നേരത്തെ നഷ്ടപ്പെട്ടതിനേക്കാൾ 10 മടങ്ങ് മികച്ച സാലറിയിലായിരിക്കും പുതിയ കമ്പനികളിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം ഈ ഒരു സ്കിൽസ് അക്വയർ ചെയ്യുന്ന ആളുകൾക്കാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് സ്കിൽസ് എവിടെ നിന്ന് അക്വയർ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിലേക്ക് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള സംശയമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, എൻട്രിയുടെ സ്കിൽ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൾ ഓർ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം എഞ്ചിനീയർ എന്നത് സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തൊഴിൽ നഷ്ടമാവുകയല്ല, പുതിയൊരു മേഖലയിലേക്കുള്ള ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് തൊഴിൽ നഷ്ടമാവുക എന്നുള്ളത്. നമ്മൾ പറയാറുണ്ട്, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ് എന്ന് പറയാറുണ്ട് അല്ലേ. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെ ജോലി എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടമാവുകയല്ല, അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഇപ്പം നമ്മൾ TCSന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, TCS എന്ന് പറയുന്ന കമ്പനി ഇത്രയും കാലം ഒരു സർവീസ് കമ്പനി ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു പക്ഷേ അവർ AI മേഖലയിലേക്ക് വലിയ റിസർച്ച് നടത്തുന്നുണ്ടെങ്കിലോ അതിനുവേണ്ടി ആയിരിക്കും ഒരു പക്ഷേ അവർ ഇത്രയും ആളുകളെ പിരിച്ചുവിട്ടത്. അതായത് ഇനി അവർ പ്ലേസ്മെന്റ് ഡ്രൈവിലൂടെ എടുക്കാൻ പോകുന്നത് ഈ AI മേഖലയിലേക്കുള്ള ആളുകളെ ആയിരിക്കും അല്ലേ. അതായത് AI മേഖലയിൽ കമ്പനികൾ അതിൻ്റെ പിന്നാലെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ആപ്പിൾ ആണെങ്കിലും മെറ്റ ആണെങ്കിലും അതേപോലെ തന്നെ ഗൂഗിൾ ആണെങ്കിലും ഓപ്പൺ AI പ്ലാറ്റ്ഫോം ആണെങ്കിലും ഇവരെല്ലാവരും ഇതിൻ്റെ പിന്നാലെയാണുള്ളത് എന്നുള്ള കാര്യം മനസ്സിലായി. NVIDIA പോലുള്ള കമ്പനികൾ ഒക്കെ ത്രൂ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികളാണ് അല്ലേ. സോ അതുപോലെ നിങ്ങളും ചിന്തിക്കാൻ ശ്രമിക്കുക, ഭാവിയുടെ ടെക്നോളജി മനസ്സിലാക്കുക. വലിയ വിജയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒരിക്കലും ടെൻഷനോ പാനിക്കോ ആവേണ്ട കാര്യമില്ല. നിങ്ങളൊരു സ്കിൽഡ് ആയിട്ടുള്ള എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് തന്നെ ലഭിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള മുഴുവൻ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ആളുകളിൽ എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തണമെന്ന്
നമുക്കൊരു നിർബന്ധമുണ്ട്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിൽസിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്പറിലൊന്ന് കോൺടാക്റ്റും ചെയ്യാം.